വൈകുന്നേരം ആകുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ ഒരു വിശപ്പുണ്ട്, അതപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ഇതിപ്പോൾ അതുകൊണ്ടല്ല കേട്ടോ. കാത്തൂട്ടിയാണെങ്കിൽ 5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം 10 കിലോമീറ്റർ സൈക്കിളും ചവിട്ടി ട്യൂഷന് പോയിട്ട് തിരിച്ച് വന്ന് കഥകിൻ്റെ അവിടെ നിന്നൊരു വിളിയുണ്ട്, എനിക്ക് വിശന്ന് വയ്യേ എന്തെങ്കിലും തരണേന്ന്. മിക്കവാറും ദിവസങ്ങളിൽ രാവിലത്തെ കാപ്പി ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കും, അപ്പോൾ ഒരു ആശ്വാസമായിട്ടിരിക്കും. ഇതിപ്പോൾ ഇടിയപ്പം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു, അത് തനൂട്ടി 1-2 വീതമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ സമയമായപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കറിയാം അവൾ വന്ന് കയറിയിട്ട് ഇവിടെ എനിക്കൊരു സ്വസ്ഥത തരൂല, എന്തെങ്കിലും താ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് മണിക്കൊഴുക്കട്ടയും അല്ലെങ്കിൽ ഈ വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുന്ന കൊഴുക്കട്ടയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് മാവിൽ മണിക്കൊഴുക്കട്ട അങ്ങ് ഉണ്ടാക്കാം, ബാക്കി കുറച്ച് വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ മൊത്തത്തിൽ മണിക്കൊഴുക്കട്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എപ്പോഴാണ് വിചാരിച്ചത് വേണ്ട, കുറച്ചെടുത്ത് മണിക്കൊഴുക്കട്ടയും ബാക്കി കുറച്ചെടുത്ത് നമ്മുടെ തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിനകത്താണ് ബാക്കി ഇതുപോലെ നമ്മുടെ കൊഴുക്കട്ട ഇടാറുള്ളത്. അപ്പോൾ ഞാനിതിൽ ലേശം തേങ്ങാപ്പാൽ പോലെ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ അല്ലാത്ത കൊഴുക്കട്ടയ്ക്കും വെച്ചു. പിന്നെ കുറച്ച് സവാള കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലോട്ട് സവാള ഇട്ട് വഴറ്റി, പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ മണിക്കൊഴുക്കട്ടി നമ്മൾ അതിലോട്ട് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ ഇതുപോലെ വൈകുന്നേരം കഴിക്കാൻ അടിപൊളിയാണ്. ഇന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും.